ഉള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്. അതേസമയം വന്യമൃഗശല്യം ഒഴിവാക്കാൻ വൈത്തിരി മോഡൽ ജനകീയ പ്രതിരോധം നടപ്പാക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഈ മാതൃക മറ്റു മലയോര പഞ്ചായത്തുകളും സ്വീകരിക്കണം. ജനകീയ പ്രതിരോധത്തിന് ഫണ്ട് അനുവദിക്കുന്നതിൽ ധനവകുപ്പുമായി ആലോചന നടത്തും. നാടിനെ വിറപ്പിച്ച PT7 പിടികൂടാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. വനം വകുപ്പ് ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളിൽ ഏറ്റവും വലിയ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാണ് ഇത്. ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ടെത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണമോ, അല്ല ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് സംഘടിപ്പിക്കാൻ കഴിയുമോ, അത് 2 ദിവസം കഴിഞ്ഞാൽ അത് സംബന്ധിച്ചൊരു കൂടിയാലോചന വെച്ച്. കാരണം ഇപ്പം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശ്രദ്ധ ഈ ധോണിയിൽ മാത്രമല്ല, മറ്റ് കേരളത്തിൻ്റെ 6-7 പ്രദേശങ്ങളിലായി വലിയ തോതിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ കടന്നാക്രമമുണ്ട്. അതിനെ എങ്ങനെ വിന്നോവർ ചെയ്യാമെന്നിടത്താണ് ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ദൗത്യം പെട്ടെന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരൊന്ന് ഇതായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയാൽ ഇതിലേതാ നല്ലത് എന്ന് ആലോചിച്ച് എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. KPCC ട്രഷറർ V പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ